ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. നമ്മുടെ USS എക്സാം അടുത്തെത്തി. ഒരുപാട് ദിവസങ്ങളായിട്ട് കേൾക്കുന്ന വാക്കായിരിക്കും അടുത്തെത്തി എന്നുള്ളത്. സത്യത്തിലും അടുത്തെത്തിയിട്ടുണ്ടാ. 27-ാം തീയതി എക്സാം. ഓർമ്മയുണ്ടാ? നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടായിരിക്കും. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചത് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഇനി ചെയ്യേണ്ട സമയം എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയാണ് യൂസ് ചെയ്യേണ്ടത്. പുതിയ സാധനങ്ങൾ പഠിക്കുക എന്നുള്ളതിനേക്കാളും കൂടുതലായിട്ട് പഠിച്ച കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത്രയും ദിവസങ്ങളായിട്ട് പഠിച്ചിട്ടുള്ള ഷോർട്ട് നോട്ടൊക്കെ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, പഴയത് കുറച്ചൊക്കെ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പേ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ, അവയെല്ലാം ഒന്ന് എടുത്തു നോക്കുക, ഒന്ന് വായിച്ചു നോക്കുക. നന്നായിട്ടൊന്ന് വായിച്ചിട്ട് ആ കാര്യങ്ങളെല്ലാം ഓർമ്മയിലുണ്ടെന്ന് ഉറപ്പിച്ച ശേഷം മാത്രമേ ഇനി പുതിയ കാര്യങ്ങൾ പഠിക്കാവൂ. അല്ല പുതിയ കാര്യങ്ങൾ പഠിച്ചിട്ട് പഴയതുമില്ല പുതിയതുമില്ല എന്നൊരവസ്ഥയിലേക്ക് എൻ്റെ മക്കൾ വരുത്തരുത്. കാരണം USS എക്സാമിനേഷനിലേക്ക് മാത്രമല്ല നിങ്ങൾ അതിനെ പ്രിപ്പയർ ചെയ്യുന്നത്, നിങ്ങളുടെ സാധാരണ നമ്മുടെ നോർമൽ എക്സാമിനേഷൻ ഉണ്ടല്ലോ, ആനുവൽ എക്സാം, അതിലേക്കും കൂടെ വേണ്ടിയിട്ടാണ്. സോ അതുകൊണ്ട് വായിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്തിട്ട് റെഫർ ചെയ്യുന്ന സമയത്ത് അതും കൂടെ ആലോചിച്ചിട്ട് അതെന്ത് ചെയ്യണം, നമുക്കൊരു 1 വേർഡിലേക്ക് മാത്രമല്ല, ഒരു MCQയിലേക്ക് മാത്രമല്ല, അതിന് നമുക്ക് മെയിൻ എക്സാം ആനുവൽ എക്സാമിനേഷനും കൂടെ യൂസ് ചെയ്യണം എന്ന ആ ഒരു ഐഡിയോളജിയിലായിരിക്കണം എൻ്റെ മക്കൾ പഠിക്കേണ്ടത്. സോ USS എക്സാമിനേഷൻ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ നിങ്ങൾക്കറിയാം, അതിൽ ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളത് നിങ്ങൾക്കറിയാം. GK ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസുകൾ വരാനുള്ള ചാൻസസ് കൂടിയ ഒരു എക്സാമിനേഷനാണ് USS എന്ന് പറഞ്ഞാൽ. എൻ്റെ എല്ലാ മക്കൾക്കും USS കിട്ടണം. അതിനുവേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ ലൈവുകളെല്ലാം ഇവിടെ കറക്റ്റായിട്ട് ഷെഡ്യൂളിങ്ങിൽ പോകുന്നുണ്ട്. ലൈവുകളെല്ലാം കാണുക. ഏതെങ്കിലും ലൈവുകൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അവ എടുത്തിട്ട് കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. മാത്സിനെയൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സോഷ്യൽ ഒരിക്കലും എന്ത് ചെയ്യരുത്, മറന്നു പോകരുത് എന്ന് മാത്രം പറയുന്നു. സോ അടിപൊളിയായിട്ട് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുക. അതിലേക്കുള്ള ഒരുക്കങ്ങൾ തുടക്കമല്ല അവസാനമാണ്. ആ അവസാനത്തെ മിനുക്കുപണി അടിപൊളിയാവട്ടെ.